കള്ളത്തരോ എനക്കോ അങ്ങനെ ഒരു സാധനമായിരുന്നു എല്ലാവർക്കും. ആദ്യം പറയുന്ന കള്ളമല്ലേ? അല്ല, ഞാൻ പറയട്ടെ, എന്നെ പറ്റിയിട്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ മുഴുവനായിട്ട് എന്നെ ആർക്കും അറിയില്ല. അത് ഒരു കാര്യമാണ്. കൈയില്ലാത്തത് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, മോളെ ഞങ്ങൾക്ക് ഫസ്റ്റ് തരണം എന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള പാരന്റ്സ് പ്രശ്നം ഉണ്ടാക്കും. കാരണം അവര് ചോദിക്കും ഈ മുദ്ര കൺവേ ആവാത്ത എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ വരുന്നത് ഒരു നാട്ടും പുറത്തുനിന്നാണ്. അവിടെയൊക്കെ ഞാൻ ഡാൻസിന് പോവാന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഡാൻസിന് പോകുന്നുണ്ട് അങ്ങനത്തെ സാധനമാണ്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര അഭിനയമാണ്. അങ്ങനെയാണ് സിനിമ എന്നൊരു സാധനത്തിലേക്ക് ഇഷ്ടം വരുന്നത്. സാർ ഒരു ആക്ടറാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. അതൊരു ഡാൻസർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഡാൻസ് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ടൈം ചെയ്തിട്ട് സാർ എന്നോട് ആദ്യം ചോദിച്ചു ഇത് എവിടുന്ന് വരുന്ന ഈ ആറ്റിറ്റ്യൂഡൊക്കെ എന്ന് ചോദിച്ചാൽ. അപ്പൊ നമുക്കത് ഭയങ്കര കോംപ്ലിമെന്റ് ആണ്. സിനിമ എനിക്കൊരു കരിയർ ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ചുറ്റും നിൽക്കുന്നവര് സപ്പോർട്ട് ചെയ്യുന്നതിലും പകരം നമ്മളോട് പറയുന്നത് പറ്റുമോ എന്നുള്ളതാ. റീൽസ് താരം ആതിര ശ്രീകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് സർ. ആതിര ശരിക്കും സാരിയൊക്കെ കൊടുത്തിട്ടേ ഇങ്ങനെ വരുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആതിരക്ക് ഇത്ര നന്നായിട്ട് സാരി ആരോ ഉടുത്തു വരുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കൂടെ ആരോ ഉണ്ട് ആതിരയുടെ കൂടെ എന്നാണ്. ശരിക്കും സാരി എങ്ങനെ ഉടുക്കണേ? അതല്ല, അത് ഓരോ ഫോട്ടോഷൂട്ട്സ് വരുമ്പോ നമുക്ക് സ്റ്റൈലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ കൂടെ ഓസിനൊപ്പിക്കുന്ന സാധനമാണല്ലേ. അപ്പൊ വൃത്തിക്ക് കൊടുക്കാൻ അറിയില്ല. പക്ഷെ നല്ല രസമായിട്ടാണ് കേട്ടോ. കാരണം ഈ കൈയുടെ പരിമിതി ഉള്ളതുകൊണ്ട് അപ്പൊ സാരി ഇത്ര വൃത്തിയായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഒറ്റക്കൈ കൊണ്ടായിട്ട് ഇങ്ങനെ സാരി ഉടുക്കും എങ്കിൽ പൊളിച്ചില്ല എന്ന് വിചാരിക്കും. അത്ര ഉടുക്കും, അത്ര വൃത്തിക്ക് കൊടുക്കാറില്ല. സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും ഫോട്ടോഷൂട്ട്സ് ചെയ്യുമ്പോ. അപ്പൊ അവരാണ്. എങ്കിലും ശ്രമിച്ചു നോക്കുമല്ലേ? നോക്കാറുണ്ട്. പക്ഷെ വളരെ രസമായിട്ടും മനോഹരമായിട്ടാണ് സാരി ഉടുത്തേക്കുന്നത്. സാരി ഉടുത്തവർക്ക് ഹാറ്റ്സ് ഓഫ് കൊടുക്കാം. ഈ റീൽസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കരിയർ ഉണ്ടെന്ന് എനിക്കറിയാം. സൂപ്പർ ഡാൻസർ ജൂനിയറിൽ അതാണ് എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. തുടങ്ങുന്നതൊക്കെ ക്ലാസിക്കലിൽ നിന്ന് തന്നെയാണ്. UKG മുതൽ ക്ലാസിക്കൽ പഠിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെങ്കിൽ എന്റെ കരിയർ നന്നാവണം എന്നുള്ളത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. സോ അങ്ങനെയാണ് ഡാൻസ് ഒരു കരിയറാക്കി എടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതും. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽസ് ആയിരുന്നു. അങ്ങനെ സൂപ്പർ ഡാൻസറിലേക്ക് എത്തുന്നത് അമ്മയുടെ തന്നെ ഒരു കൊളീഗ് ഓഡിഷൻ അയച്ചിട്ടാണ് കിട്ടുന്നത്. എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ 5th-ലോ 6th-ലോ ഒക്കെ പഠിക്കുന്ന ടൈമാണ്. സോ അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടുന്നു. കിട്ടിക്കഴിയുമ്പോൾ എനിക്കറിയില്ല, വേറെ ഒരു സ്റ്റൈലും അറിയില്ല. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈൽ അല്ലല്ലോ, ഒരുപാട് സ്റ്റൈലുകളാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നെ സജനി മിസ് ഉണ്ടല്ലോ, നമ്മുടെ ഫിലിം കൊറിയോഗ്രാഫർ, പുള്ളിക്കാരുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. പക്ഷെ അത് ഒരുപാടൊന്നും പോയില്ല. ഒരു 5-6 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എലിമിനേറ്റ് ആയി. സ്വാഭാവികമായിട്ട് അന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. ആകെ ഉള്ളത് ഈ സ്റ്റേജ് ഷോസ്, കലോത്സവങ്ങൾ മാത്രമാണ്. പക്ഷെ അതൊരു വലിയൊരു പാഠമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൂര്യയിൽ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു 10th പഠിക്കുമ്പോഴാണ് മഴവിൽ മനോരമ